പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ ആൾത്താരയിൽ നിന്നും അമ്മയുടെ സാക്ഷിയാവാൻ അമ്മയുടെ മധ്യസ്ഥയാൽ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി. ഞാൻ പിറവത്തുനിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 26 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത് 2019 സെപ്റ്റംബർ 19 അങ്ങനെ സെപ്റ്റംബർ 19 വരികയും 5 മാസം ഞാൻ ഈ കൃപാസനത്തിൽ വരികയും ചെയ്തു. അതേ തുടർന്ന് പിന്നെ കോവിഡ് വന്നു. ആദ്യത്തെ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് അതികഠിനമായ ഛർദിലും തലവേദനയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു വെയിലോ മഴയോ ഒരു ശകലം യാത്രയൊന്നും ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. ആ അവസ്ഥയിൽ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നു എനിക്ക് രോഗം മാറ്റിത്തരണമെന്ന്. പക്ഷേ ജപമാല റാലിയിൽ പങ്കെടുത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളോ സുഖമായിട്ട് നടന്ന് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പല യാത്രകളും ചെയ്തു, പല വെയിലുകളും കൊണ്ടു, എല്ലാം കൊണ്ടു എനിക്ക് തലവേദന ഉണ്ടായില്ല. ഇന്ന് 6 വർഷമായിട്ട് എനിക്ക് അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ 2006 എൻ്റെ വല്യാപ്പൻ എനിക്ക് ഒരു 6 സെൻറ്റ് സ്ഥലം എഴുതി തന്നു. പക്ഷേ അന്നൊന്നും അറിയില്ലായിരുന്നു എനിക്ക് മുന്നാധാരം വേണം എന്നുള്ളത്. പക്ഷേ ഞാനതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ വേറെ ആരുടെയോ പേർക്ക് കരം തീർക്കുന്നത്. എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പലരും പറഞ്ഞു കേട്ടു നമ്മുടെ പേർക്ക് കരം വന്നാലേ നമ്മുടെ സ്ഥലം നമ്മുടെ പേർക്ക് ആവുള്ളൂ എന്ന്. പക്ഷേ അതിനെ തുടർന്ന് ഞാൻ പല പ്രാവശ്യങ്ങളിലും ഞാൻ ഓരോ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി നടന്നില്ല. അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയിൽ ഞാൻ ഈ വസ്തുവിൻ്റെ നിയോഗം വെച്ചു. ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നു. വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ആധാരം രജിസ്റ്റർ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. പിടുപിടുവെന്ന് കാര്യങ്ങൾ നടന്നു. അതുമായിട്ട് ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നു. വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് 50 വർഷമായ ഈ ആധാരം ഇതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ കാശ് രൂപവും ഉടമ്പടിയും എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ രാവിലെ ഡെയിലി പ്രാർത്ഥന ഞാൻ ആധാരത്തിൻ്റെ ഇത് വെച്ചു. അങ്ങനെ ഞാൻ അപ്പോൾ ആ വില്ലേജിലെ ഓഫീസർ പറഞ്ഞു മോള് സർവേ ചെയ്യുന്ന സ്ഥലത്തൊന്ന് പോയി നോക്കാൻ. ഞാൻ അമ്മയുടെ കാശ് രൂപവും ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് അമ്മയുമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ വണ്ടി കയറിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ വണ്ടിയിൽ കൂടെ പോകുന്നോളണം, ഞാനിത് ലാസ്റ്റാണ്, എനിക്കിനി ഇതിൻ്റെ പുറകെ നടക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ സർവേ ഓഫീസിൽ ബുധനാഴ്ച 7-ാം തീയതി സർവേ ഓഫീസിൽ ചെല്ലുകയും അവിടെ ചെന്ന് ഞാൻ മാതാവിനോട് തന്നെ പറഞ്ഞു, പുറകിൽ നിന്ന് പറഞ്ഞു മാതാവേ ഇറങ്ങ്, എൻ്റെ ഒപ്പം വരണം, എനിക്ക് ആരും എൻ്റെ കൂട്ടത്തിലില്ല, ഞാൻ ഇതിൽ നടന്ന് മടുത്തു. 20 വർഷത്തോളമായി ഞാൻ 2-3 പ്രാവശ്യം പുറകെ ഇറങ്ങിയൊക്കെ നടന്നിട്ട് ഞാൻ ഉപേക്ഷിച്ച കേസാണിത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സർവേ ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉപ്പ് അവരാരും കാണാതെ ചെറുതായിട്ടൊന്ന് മേശയുടെ പുറത്ത് വിതറി. അവർ പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് ഈ വസ്തുക്കൾ ഇതെല്ലാം പ്രമാണങ്ങളെല്ലാം മേടിച്ചു. പ്രമാണങ്ങളെല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവർ നോക്കി, ഒരു കാര്യവും എന്നോട് ചോദിച്ചില്ല. ചോദിച്ചാൽ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. കാരണം 50 വർഷങ്ങൾക്ക് മുമ്പാടുള്ള ആണ് സംഭവം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേച്ചി ഇത് ഇന്ന് ഈ വർഷം കരം വരുമ്പോൾ ചേച്ചിയുടെ പേർക്ക് ആയിക്കോളുമെന്ന്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരുമ്പോൾ സാക്ഷ്യം പറയാമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല. ഈ ഏപ്രിൽ മാസം കരം തീർത്തപ്പോൾ എൻ്റെ പേർക്ക് ആ വസ്തു കരമായി വന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം, 31 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷത്തോളം ഞാൻ അടുത്ത വീടുകളിൽ പോയാണ് വെള്ളം കോരിക്കൊണ്ട് വന്ന് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് 1/2 കിലോമീറ്ററോളം കയറി പോകണമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു. കുഞ്ഞുങ്ങളും ചെറിയ പാത്രങ്ങളുമായിട്ട് ഞാനും അങ്ങനെ കോരിക്കൊണ്ടുവന്ന് എല്ലാ ആവശ്യങ്ങൾക്കും കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ 2017 ഞാനൊരു വീട് വാങ്ങിച്ചു. 2017 ഒരു വീട് വാങ്ങിക്കുമ്പോഴും എനിക്ക് വെള്ളമില്ല, വാട്ടർ കണക്ഷൻ്റെ വെള്ളമേ ഉള്ളൂ. അത് നമ്മൾ രാത്രി 10 മണിക്ക് 12 മണിക്ക് നോക്കി നിരുന്ന് പിടിച്ചില്ല എങ്കിൽ നമുക്ക് വെള്ളം കിട്ടത്തില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഒരു കിണർ കുത്താൻ തീരുമാനിച്ചു. കിണർ കുത്താൻ വൈകിയത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് വെള്ളം കിട്ടില്ല എന്നാണ് എല്ലാവരും ഇവിടെ അഭിപ്രായത്തിൽ പറയുന്നത്. പാറയാണ്, പരിസരങ്ങളിലെല്ലാം പാറയാണ്. അപ്പോൾ നമ്മൾ കുത്തിയിട്ട് കാര്യമില്ല എന്നൊരു നമുക്ക് ഒരു വിശ്വാസം കൊണ്ട് നമ്മൾ കുത്തിയില്ല. ഉടമ്പടിയിൽ ഞാൻ ഈ കിണറിൻ്റെ ഇത് വെച്ചു. എനിക്ക് നടക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തതാണ്. ഞാൻ അമ്മ മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മയത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ കിണർ കുത്താൻ ആരംഭിച്ചു. ഡിസംബർ 1-ാം തീയതി മുതൽ ഡിസംബർ 31-ാം തീയതി വരെ ഞാൻ 1 മാസം കിണർ കുത്തുന്ന സ്ഥലത്ത് വെളുപ്പിന് അച്ഛൻ്റെ അനുഗ്രഹദിന പ്രാർത്ഥനയിൽ ഞാൻ വെളുപ്പിന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാശ് രൂപവും
തൈലവും ഉപ്പും എല്ലാം കൊണ്ടുവച്ച് ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ഞാൻ കിണറിന് ചുറ്റും നിന്ന് സ്ഥലം കുത്തനെ പ്രാർത്ഥിച്ചു. ഉപ്പും തേനും ഒഴിച്ച് എല്ലാം സ്ഥലത്തും എല്ലാം ഒഴിച്ചു. അതിനുശേഷം 3-ാം തീയതി കിണർ കുത്താൻ ആരംഭിക്കുന്നു. കിണർ കുത്തി തുടങ്ങിയപ്പോഴെല്ലാം 6-7 കോല് വന്നപ്പോഴത്തേക്കും നമുക്ക് സന്തോഷമായിരുന്നു. ഒരു പാറയുമില്ല. 7 കോലായപ്പോഴത്തേക്കും ചെറിയൊരു പാറ കണ്ടു. ഒന്ന് ചങ്കിടിച്ചു. കാരണം പറഞ്ഞാൽ നമുക്കവിടെ പൊട്ടിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പോസിബിളല്ല. കാരണം 2 ആളി പൊക്കത്തിലാണ് നമ്മുടെ ഒരു കരിങ്കല്ലിൻ്റെ കെട്ട് നിൽക്കുന്നത്. ആ കെട്ട് കാരണം ഒരിക്കലും പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചങ്കടിച്ചു പോയി. ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എങ്കിലും നമ്മൾ സ്ഥലം 2017 വാങ്ങിച്ചതായിരുന്നു. വാങ്ങിച്ച ഉടമസ്ഥൻ എന്നോട് പറഞ്ഞു, മിനി കിണർ കുത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പാറയാണെങ്കിൽ നമുക്ക് പൊട്ടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല, അത് കണ്ടുകൊണ്ട് വേണം മിനി ചെയ്യാമെന്ന്. പക്ഷേ ഞാനൊന്നും വിചാരിച്ചില്ല. പാറ കണ്ടു കഴിഞ്ഞപ്പോൾ 3-4 ദിവസം കിണർ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ 2 ആളി പൊക്കത്തിലുള്ള കെട്ടിൻ്റെ ഇടയ്ക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കല്ല് മുള്ള എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ആ കെട്ടിൻ്റെ ഇടയിൽ കൂടി, ഓരോ കെട്ടിൻ്റെ ഇടയിൽ കൂടിയും ഈ ഉപ്പ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ കെട്ടിൻ്റെ ഇടയ്ക്കോടെ ഞാൻ അങ്ങ് മുതൽ അറ്റം വരെ ഞാൻ ഇട്ടു. അതിനുശേഷം ഞാൻ മുട്ടമേ നിന്ന് രാത്രിയും വെളുപ്പിനും എല്ലാം ഞാൻ പാറ കണ്ടതിന് ശേഷം പ്രാർത്ഥിച്ചു. ഞാൻ കിണറ്റിയിട്ട് തേനും ഉപ്പും വിതറി ഇട്ടു. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ അനുഗ്രഹ പ്രാർത്ഥന ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ബ്ലെസ്സിങ് കാണിക്കുമ്പോൾ ഫോൺ ഞാൻ ആ കിണറ്റിലേക്ക് വരെ കാണിക്കുമായിരുന്നു. എൻ്റെ മോൾ എന്നെ വിളിക്കുമ്പോൾ പറയുമായിരുന്നു, മമ്മി ഫോൺ ചാടിപ്പോവും, അതുകൊണ്ട് മമ്മി സൂക്ഷിച്ച് വേണം കേട്ടോ എന്ന്. പക്ഷെ ഞാൻ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ. പിന്നെ ആരോ എൻ്റെ ഉള്ളിൽ പറയുന്നു പൊട്ടിക്കാൻ. അപ്പോൾ എല്ലാവരും പറഞ്ഞു പൊട്ടിക്കെന്ന് പറഞ്ഞു. അതിൻ്റെ ഉടമസ്ഥൻ കിണർ കുത്തുന്ന ആൾക്കാരും പറഞ്ഞു, പൊട്ടിക്കാൻ ചേച്ചി, മരുന്നൊഴിച്ചാൽ ഒത്തിരി അപകടമാണ്, 3 വർഷം കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ആരോ എൻ്റെ ഉള്ളിൽ പറയുന്നു പൊട്ടിച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന്. ഞാൻ അവരോട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ പൊട്ടിക്കുക. അപ്പം ഞാൻ അടുത്ത വീട്ടുകാരുടെ അനുവാദം മേടിച്ച് അവർക്ക് പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല, നമ്മുടെ കെട്ടാണ് പ്രശ്നം. പക്ഷേ അത് ആദ്യത്തെ ദിവസം പൊട്ടിക്കാൻ പോയപ്പോൾ അടുത്ത വീടുകളിലൊക്കെ ചെന്ന് പറഞ്ഞു, ഞാൻ ബൈബിൾ ചങ്കത്തോട് ചേർത്ത് പിടിച്ചു, ഈ മാതാവിൻ്റെ കാശ് രൂപം ഉള്ളിൽ മുറുകെ പിടിച്ചു, അകത്തിരുന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു. ആദ്യം പൊട്ടിച്ചു, ഒരു ശബ്ദവും ഉണ്ടായില്ല, ഒരു ഭയവും ഉണ്ടായില്ല. അങ്ങനെ പൊട്ടിച്ചു. 9.5 കോലിൽ 7 കോലിൽ വെള്ളം കണ്ടു, 9.5 കോലിൽ ഇഷ്ടം പോലെ വെള്ളം തന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈ ഏപ്രിൽ മാസം എല്ലാ കിണറിലും വെള്ളം പറ്റുന്ന മാസമാണ്. പക്ഷേ ഇഷ്ടം പോലെ 1/2 ആളി വെള്ളത്തോളം എൻ്റെ കിണറ്റിലുണ്ടായിരുന്നു. ഇപ്പോഴും ഓരോ ദിവസവും ഞാൻ കോരുമ്പോഴും എനിക്കത് വിശ്വാസമില്ല. ഇപ്പോഴും ഈ കിണറ്റിൽ വെള്ളമുണ്ട്, വെള്ളം കോരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ 30 വർഷമായിട്ട് നടക്കാത്തൊരു കാര്യമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടല്ലായിരുന്നു, പക്ഷേ എന്തോ നടക്കുന്നില്ല. ഈ പാറയായ കാരണം നമ്മൾ കുത്തിയാൽ നടക്കില്ലാത്ത കാരണം നമ്മൾ കെട്ട് പൊട്ടിപ്പോയാൽ പിന്നെ 4 ലക്ഷം രൂപയും മുകളിൽ വേണം. ഒരു കെട്ടിനൊരു അനക്കം പോലും സംഭവിച്ചില്ല. അങ്ങനെ ധാരാളം വെള്ളം സമൃദ്ധിയായി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും കൊടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോണത് എല്ലാ മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഓരോ രോഗികളെ കണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൊടുക്കുകയും പ്രാർത്ഥിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പ്രാർത്ഥിച്ച് കൊടുക്കുകയും പിന്നെ അവർക്ക് സാമ്പത്തിക സഹായം എന്നാൽ കഴിയുന്ന, എനിക്കിപ്പോൾ ദൈവം കൃപയാൽ സാമ്പത്തികമായി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. സാമ്പത്തികമായ സഹായം ഞാൻ എല്ലാ രോഗികളുടെ കയ്യിലെത്തിക്കുകയും കൊടുക്കും. കാരണം ചോറ് കൊണ്ടുപോകാൻ എനിക്ക് ജോലിയുണ്ട്. ഞാൻ ഷിഫ്റ്റും പ്രകാരമാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ജോലി ഉള്ളത് കാരണം ഇത് കൊടുത്തിട്ട് വേണം എനിക്ക് ഷിഫ്റ്റും പ്രകാരം ജോലിക്ക് കയറാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ രോഗികളെയും കണ്ട് അവർക്ക് പൈസ വേണ്ടാന്ന് പറയുന്നവർക്ക് മാത്രമേ ഞാൻ പൈസ കൊടുക്കാത്തേ ഉള്ളൂ. അങ്ങനെ പിന്നെ വൃദ്ധമന്ദിരത്തിൽ എൻ്റെ കൊച്ചുങ്ങളുടെ എന്ത് ആവശ്യങ്ങളോ ബർത്ത്ഡേയോ എന്ത് ആവശ്യങ്ങളോ അതല്ലാണ്ടും നമ്മുടെ കയ്യിൽ കാശ് വന്നാൽ ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് ക്രിസ്തുരാജ എന്ന് പറഞ്ഞ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി ഞാൻ 10-80 പേര് വർക്ക് ചെയ്യുന്നതാണ്. അവിടെ കൊണ്ടുപോയി ഞാൻ ചോറ് ഭക്ഷണം ഞാൻ ഉണ്ടാക്കിച്ച് ക്യാൻറ്റീൻകാരോട് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയമായി കിട്ടിയതെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ ബൈബിൾ വായിക്കാമെന്ന് പറഞ്ഞാൽ ബൈബിൾ ഞാൻ വായിച്ചിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. ഈ അച്ഛൻ്റെ പ്രാർത്ഥനയും ഈ കൃപാസനത്തിന് വന്നതിന് ശേഷമാണ് ഞാൻ മറ്റത് പിള്ളേർ ഒരു അധ്യായം വായിച്ച് അടയ്ക്കുന്നതാണ് പതിവ്. ഞാൻ അരമണിക്കൂർ ബൈബിൾ വായന എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹത്തോടു കൂടി, അതായത് നമ്മൾ അതെങ്ങനെയാണെന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ അരമണിക്കൂറാവും, ചിലപ്പോൾ അതിൽ മേലെയും. അതുപോലെ അച്ഛൻ്റെ അനുഗ്രഹ പ്രാർത്ഥനയിലെ ഓരോ വചനങ്ങളും ഞാൻ എഴുതി വെക്കും. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ എല്ലാ ധ്യാനവും മുടങ്ങാണ്ട് കാണും. ഞാൻ ചൊവ്വാഴ്ച രാവിലത്തെ ഷിഫ്റ്റാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസമായാലും കണ്ടു തീർക്കും. ആ ചൊവ്വാഴ്ച ധ്യാനത്തിലെ ഓരോ വചനങ്ങളും ഞാൻ 2 ബുക്ക് നിറച്ചുമായി എനിക്ക് എഴുതി വെച്ച് ആ വചനങ്ങളാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ബൈബിൾ തന്നെ. പിന്നെ ആരെൻ്റെ നേരെ കൈ നീട്ടിയാലും, നേരത്തെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, ആരെൻ്റെ കൈ നീട്ടിയാലും എന്നെ പറ്റുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും. ഓൺലൈനിലുള്ള എല്ലാ സഹായം കണ്ടാലും ഞാൻ അവർക്കെല്ലാം പൈസ അയച്ചു കൊടുക്കും. അങ്ങനെ എല്ലാവിധ അനുഗ്രഹങ്ങളും മാതാവ് ചെറുതും വലുതുമായി ഇനിയുമുണ്ട് എനിക്ക് പറയാൻ. ചെറിയതുമായ വലിയതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ. ഞാൻ 2-3 പ്രാവശ്യം വീഴ്ചയിൽ നിന്നും എല്ലാം കാത്തുരക്ഷിച്ചു എല്ലാം എനിക്ക് പറയാനുണ്ട്. അതിന് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മിനി ബിജു പിറവം തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അമ്മയുടെ വാക്കുകളിൽ തന്നെ എല്ലാം നമുക്ക് വ്യക്തമായിരുന്നു. നീണ്ട വർഷങ്ങളായിട്ട് കൊണ്ടു നടന്നിരുന്ന തലവേദന, അത് ജപമാല റാലിയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് 6 വർഷമായിട്ട് അത് പിന്നെ ഒരു തലവേദനയും ഛർദിയും അത് പിന്നെ ഉണ്ടായിട്ടില്ല എന്നും, ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ചേർന്നുകൊണ്ട് ക്രമപ്പെടുത്തിയപ്പോൾ വലിയൊരു രോഗസൗഖ്യമാണ് തനിക്ക് ലഭിച്ചതെന്ന് ഈ അമ്മ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ തൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നത് മുതൽ എപ്പോഴും വെള്ളത്തെ സംബന്ധിച്ചുള്ള വളരെയേറെ ഒരു ബുദ്ധിമുട്ട് ഈ അമ്മ കടന്നു പോവുകയുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ഭവനത്തിൽ കിണർ കുഴിക്കുകയും അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഉടമ്പടി വസ്തുക്കളും ഉപ്പും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഈ അമ്മയ്ക്ക് വെള്ളം ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ തൻ്റെ വസ്തുവിൻ്റെ മുന്നാധാരം അത് 20 വർഷമായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു. അത് പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ സമയത്തിൻ്റെ ചുരുക്കത്തിൽ അത് വില്ലേജ് ഓഫീസിൽ നിന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെതായ കാര്യങ്ങളും മുൻകരുതലുകളും പേപ്പർ വർക്കുകളും എല്ലാം റെഡിയായിക്കൊണ്ട് പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ ഈ അമ്മയ്ക്കെല്ലാം സാധിക്കുകയുണ്ടായി. ഉടമ്പടി ജീവിതത്തോട് ചേർന്നുകൊണ്ടും പ്രാർത്ഥനയോട് കൂടുതൽ ചേർന്നപ്പോഴത്തേക്ക് പരിശുദ്ധ അമ്മ ഇടപെടൽ ഈ അമ്മയുടെ ജീവിതത്തിൽ വളരെയേറെ ഇടപെടൽ ഉണ്ടാവുകയുണ്ടായി. നമുക്ക് പ്രാർത്ഥിക്കാണ്ട് സാധിക്കണം. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിലും ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുമ്പോഴും പരിശുദ്ധ അമ്മ ഇടപെടൽ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. ഈ അമ്മ വഴി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷീകരണ അനുഭവം പങ്കുവെച്ചപ്പോൾ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും ഇനിയും ഈ അമ്മയെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെയും ആ നിയോഗങ്ങളോട് ചേർന്ന് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.